വാൾമാർട്ടിനെതിരെ യുദ്ധം ചെയ്തവർ, വാൾമാർട്ടിന് അനുമതി കോഴിക്കോട് കൊടുത്തത് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന CPM ആണ്. ബിഗ് ബസാറിന് പാലക്കാട് നഗരം ഭരിക്കുന്ന CPM-കാരനും കേരളം ഭരിക്കുന്ന CPM-കാരനുമാണ് ബിഗ് ബസാറിന് അനുമതി കൊടുത്തത്. മോസർ ബെയർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കുത്തക ഇവിടുത്തെ കാസറ്റ് വിപണിയെ കീഴടക്കാൻ വന്നത് സഖാബ് അച്യുതാനന്ദൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് രാജ്യത്തിലെ സകല കാസറ്റ് കടകളും പൂട്ടിച്ചു, സകല കാസറ്റ് നിർമ്മാതാക്കളെയും കെട്ടുകെട്ടിച്ചു. അന്താരാഷ്ട്ര ഭീകരനായ മോസർ ബെയർ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീകരതയുടെ മറ്റൊരു വിൽപ്പന ചരക്കാക്കി മാറ്റിയിട്ടുള്ള ഈ കമ്പനിയെ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ്. മോസർ ബെയറിനെ എതിർത്തുകൊണ്ട്, അതിന്റെ ഉപജ്ഞാതാക്കളെ എതിർത്തുകൊണ്ട് സെമിനാറുകൾ നടത്തുന്നതും ഇവിടുത്തെ CPM-കാർ തന്നെയാണ്. പാലക്കാട്ട് മനുഷ്യന്റെ ജനങ്ങളുടെ വെള്ളം മുറ്റി കുടിക്കുന്ന പെപ്സിയും കോളയും അതിനെതിരെ രാജ്യം മുഴുവൻ വ്യാപകമായി സമരം ചെയ്തത് കമ്മ്യൂണിസ്റ്റുകളാണ്. പാലക്കാട്ടിലെ പെപ്സിയുടെയും കോളയുടെയും ഫാക്ടറികൾക്ക് അനുമതി കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇവിടെ ജനങ്ങൾ ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാണ്. സാമ്രാജ്യത്വ വിരുദ്ധമെന്ന് ആരും പറയുന്നത് അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പലരുടെയും സൗകര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി നിർവചിക്കുന്ന ഒരു വിഷയമായി സാമ്രാജ്യത്വം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ സമരങ്ങളെ വിശ്വസിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുന്നവരുടെ അജണ്ടകളും തിരിച്ചറിയണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ എന്ന ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. സാമ്രാജ്യത്വം എന്ന് പറയുന്നതിനെ ഒരിക്കലും ഈ നാട് അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യ ഭരിച്ചവർ അംഗീകരിച്ചിട്ടില്ല. ചേരിചേരാ നയമുണ്ടാക്കി ലോകത്തിലൊരു പുതിയ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് നിർവചനം കൊടുത്തത് ഇന്ത്യയാണ്. നമുക്കറിയാം, ഇന്ത്യ ഒരു രാഷ്ട്രത്തിന്റെ മുകളിലും അധീശത്വം ഉയർത്താൻ തങ്ങളുടെ കഴിവ് കൊണ്ട് ശ്രമിക്കുന്ന രാജ്യമല്ല. ഏതെങ്കിലും ഒരു അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവിടെ അധികാരം ഉറപ്പിക്കണം എന്ന് വിചാരിക്കുന്ന നിലപാട് ഇന്ത്യക്കില്ല. ഇന്ത്യയുടെ നിലപാടുകൾ കൃത്യമാണ്. എന്നാൽ കേരളക്കരയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, ഇന്ത്യയിൽ കൊടുക്കുന്നവർ ആരെയാണ് എതിർക്കുന്നത്? പറയണം. അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന സാമ്രാജ്യത്വത്തെ. അതെന്തൊരു എതിർപ്പാണ്? അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന സാമ്രാജ്യത്വം മാത്രമാണോ അപകടം? അത് മാത്രമാണോ എതിർക്കപ്പെടേണ്ടത്? കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് സകല സാമ്രാജ്യത്വവും തുലയട്ടെ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അവസ്ഥകൾ തകർക്കപ്പെടട്ടെ, ഇല്ലാതെ പോകട്ടെ. മറുഭാഗത്തോ മുതലാളിത്ത സാമ്രാജ്യത്വം തകരട്ടെ. എന്നിട്ടോ പകരം ഞങ്ങൾ വരാം. ആരാ വരാൻ പോണത്? റഷ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വം. അഫ്ഗാനിലെ മുസ്ലിങ്ങളോട് ചെയ്തത് എന്താണ്? നിങ്ങൾ റഷ്യയിലെ മുസ്ലിം പ്രവിശ്യകളോട് ചെയ്തത് നിങ്ങൾ എന്താണ്? ഞാൻ വിശദീകരിക്കുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന ചരിത്രമാണ്. ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് മുതലാളിത്ത സാമ്രാജ്യത്വം തകരട്ടെ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തകരട്ടെ, പകരം കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വം വരട്ടെ എന്നാണ്. ഇത് വിശ്വസിക്കുന്നില്ല ജനങ്ങൾ. നിങ്ങളുടെ അജണ്ടകളെ തിരിച്ചറിയുന്നു ജനങ്ങൾ. മറുഭാഗത്ത് കേരളക്കരയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ വന്നു നിൽക്കാൻ ശ്രമിക്കുന്നത്, ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളാണ്. അവരുടെ പുതിയ കുട്ടികൾ സോളിഡാരിറ്റി എന്ന് പറയുന്ന അവരുടെ യൂത്ത് വിങ് ആണ്. എന്താണ് അവർ പറയുന്നത്? ഞാൻ അവരോട് ചോദിക്കട്ടെ. ലോകമാസകലം വ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന മുതലാളിത്ത സാമ്രാജ്യത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ രണ്ട് സാമ്രാജ്യത്വത്തെയും നിങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ കക്ഷത്ത് മറ്റൊരു അജണ്ടയുണ്ടല്ലോ, മൗലാന മൗദൂദിയുടെ അജണ്ട. ആ അജണ്ട എന്താണ്? ആ രാഷ്ട്രസങ്കല്പം എന്താണ്? ആ സാമ്രാജ്യത്വ സങ്കല്പം എന്താണ്? ഇസ്ലാമിക സാമ്രാജ്യത്വം എന്ന അജണ്ടയാണ്. പരിശുദ്ധമായ ഖുർആനിലും പ്രവാചകൻ തിരുമേനിയുടെ ജീവിതചര്യകളിലും ഒരിക്കലും ദർശിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ അജണ്ട ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മുതലാളിത്ത സംവിധാനങ്ങൾക്കെതിരെ എതിർപ്പ് പറയുമ്പോൾ അവരുടെ കക്ഷത്തുള്ളത് ഒരു ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യത്വം എന്ന് പറയുന്ന അജണ്ടയാണ്. ഈ അജണ്ടകൾ കൃത്യമായി തിരിച്ചറിയപ്പെടുന്നു എന്നതാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെയുള്ള ശക്തി തകർന്നു പോകുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ. എന്താണ് സദ്ദാം ഹുസൈൻ? അവസാനത്തെ നാളുകളിൽ സദ്ദാം ഹുസൈൻ പിരിഞ്ഞുപോയി, നമ്മളിൽ നിന്ന് മറഞ്ഞുപോയിട്ട് 1 വർഷമായി. നമ്മളുടെ കണ്ണുവട്ടത്ത് നിന്ന് മറഞ്ഞുപോയി. പക്ഷേ രക്തസാക്ഷികൾ ഒരിക്കലും മരിക്കുന്നില്ല. അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുമെന്നാണ്. സദ്ദാം ഹുസൈൻ നമ്മളുടെ കാണാമറയത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. സദ്ദാം ഹുസൈൻ അവസാനം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ സ്വീകരിക്കണം, ലോകത്തിന് ഞാൻ സമ്മാനിക്കുകയാണ് ഖുർആൻ,
അള്ളാഹുവിന്റെ കലാമിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സദ്ദാം ഹുസൈൻ പ്രതിനിധാനം ചെയ്യുന്ന സാമ്രാജ്യത്വ വിരുദ്ധതയെ അനുകൂലിക്കുന്നവരാരുണ്ടോ അവർ ഉയർത്തിപ്പിടിക്കേണ്ട പ്രത്യയശാസ്ത്രം, അവർ ഉയർത്തിപ്പിടിക്കേണ്ട ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആനാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ സദ്ദാം ഹുസൈന്റെ ചോരയെ തങ്ങളുടെ ചുവപ്പൻ കൊടി ചുവപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ പരിശുദ്ധമായ ഖുർആൻ ഉയർത്തിപ്പിടിക്കുമോ? സദ്ദാം ഹുസൈൻ ലോകത്തിന് കൊടുത്ത ഖുർആൻ ഉയർത്തിപ്പിടിക്കുമോ? അവസാനത്തെ സദ്ദാമിന്റെ വാക്കുകളുണ്ട്. ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിലെ മുസ്ലിങ്ങളോട് സദ്ദാം പറഞ്ഞു, രാഷ്ട്രീയമായി ഐക്യപ്പെടുക. ഈ ഖുർആനിലെ വചനം അള്ളാഹുവിന്റെ പാഠത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം ലോകമേ നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഭിന്നിക്കരുത്. ഈ ഭിന്നിക്കാതെ ഈ ഖുർആനിലെ വചനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സദ്ദാം ഹുസൈൻ പറഞ്ഞു, നിങ്ങൾ ഒന്നിക്കുക. മരണത്തിന്റെ അവസാനത്തെ മിനിറ്റുകളിൽ, അവസാനത്തെ സെക്കൻഡിൽ സദ്ദാം ഹുസൈൻ ലോകത്തോട് പറഞ്ഞത്, ഇസ്ലാമിക ലോകത്തോട് പറഞ്ഞത്, മുസ്ലിം ലോകത്തോട് പറഞ്ഞത് നിങ്ങൾ ഒന്നിക്കുക എന്നതാണ്. മുസ്ലിങ്ങൾ ഒന്നിക്കുന്നതിനെ കുറിച്ച് സദ്ദാമിന്റെ ചോരയെ വിറ്റു കാശാക്കുന്ന ഇവിടുത്തെ CPM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്താണ് കാഴ്ചപ്പാട് എന്ന് നിങ്ങൾ പറയണം. സദ്ദാം ലോകത്തോട് പറഞ്ഞത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് ഖുർആനിനെ ഉയർത്തിപ്പിടിക്കുക, മറ്റൊന്ന് നിങ്ങൾ ഐക്യപ്പെടുക. ഈ മുദ്രാവാക്യത്തെ ഭദ്രമാക്കുവാനാണ്, ഈ മുദ്രാവാക്യത്തെ ശക്തിപ്പെടുത്തുവാനാണ്, ഈ മുദ്രാവാക്യത്തെ കാലികമായി ഉയർത്തിപ്പിടിക്കുവാനാണ് സ്നേഹമുള്ളവരെ സദ്ദാമിനെ ഓർമ്മിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അദ്ദേഹം ഒരു രക്തസാക്ഷിയായി ഷഹാദത്തു കലിമ ചൊല്ലി നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പരലോക ജീവിതം അള്ളാഹു സന്തുഷ്ടമാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് ചെയ്യാനുള്ള പ്രാർത്ഥന ഏതാണ്? നമുക്ക് എടുക്കാനുള്ള പ്രതിജ്ഞ സദ്ദാം ഹുസൈൻ നമ്മളോട് വിളിച്ചു പറഞ്ഞു പോയ അവസാനത്തെ 2 വാചകങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയമുണ്ട്, അതും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. സാമ്രാജ്യ വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയം കേരളക്കരയിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ തരത്തിലും ഓരോ സന്ദർഭത്തിലും അവർക്ക് വേണ്ടി നിർവചിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയം. ഇതിന്റെ മറവിൽ ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് ഈ ദിനം ഓർമ്മിക്കുകയുണ്ടായി. ഈ ദിവസം കേരളത്തിന്റെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും യൂത്ത് ലീഗ് ഇതുപോലെ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കൃത്യമായ ഓർമ്മകളുണ്ട്, ഞങ്ങൾ ഇത് ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്ന കളിയല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളല്ല. ഇത് ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പ് വരാനില്ലാത്തത് കൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ആരും ഈ മുദ്രാവാക്യം എടുത്തുകൊള്ളണമെന്നില്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് സദ്ദാമിനെ ഇനി ഓർമ്മിക്കാൻ ഇനിയും 3-3.5 വർഷക്കാലം കഴിയേണ്ടി വരും, അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരേണ്ടി വരും. ഞങ്ങൾക്ക് പക്ഷേ ആ പ്രശ്നമില്ല. ഞങ്ങൾക്കിത് കൃത്യമായി അറിയാം. സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പോരാട്ടങ്ങളുടെ ശക്തി ചോർന്നു പോയിട്ടുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ അധിനിവേശ പ്രതിരോധ സമിതിക്ക് ആരാ നേതൃത്വം കൊടുക്കുന്നത്? ആരാ കേരളക്കരയിൽ നേതൃത്വം കൊടുക്കുന്നത്? കേരളത്തിലെ അറിയപ്പെടുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ, മരിച്ചുപോയ വിജയൻ മാഷിൽ ആരംഭിച്ച ആ അധിനിവേശ പ്രതിരോധ സമിതി കേരളക്കരയിലുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന പാർട്ടി കേഡർമാരല്ല, അതിനും സമാന്തരമായി ഒരുപക്ഷെ അതിലും ഉയരത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു CPM സമാന്തര ഇടതുപക്ഷമുണ്ട്. ആ ഇടതുപക്ഷത്തിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? അവരെന്താണ് പറയാൻ ശ്രമിച്ചത്? എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാമ്രാജ്യത്വ ചാരന്മാർ കേരളത്തിന്റെ നിയമസഭക്കകത്തുണ്ട് എന്നാണ്. എന്റെ സഖാക്കളെ, നിങ്ങളുടെയും എന്റെയും നികുതി പണം പറ്റുന്ന മന്ത്രിമാർ പോലും സാമ്രാജ്യത്വ ഭീകരതയുടെ പിണിയാളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അധിനിവേശ പ്രതിരോധക്കാർ. മുസ്ലിം യൂത്ത് ലീഗ് അല്ല, മുസ്ലിം ലീഗ് അല്ല, കോൺഗ്രസുകാരനല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ, ഞാൻ ചോദിക്കുന്നത് ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ എടുക്കുക. അവസാനത്തെ ശ്വാസം ഒരുപക്ഷെ സത്യസന്ധമായ രാഷ്ട്രീയ പോരാട്ടത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ പോലും അത് പുലർത്തിയിരുന്ന വിജയൻ മാഷ്. അദ്ദേഹത്തിന്റെ ആ കണ്ണുകൾ ഇങ്ങനെ മറഞ്ഞു പോകുന്ന ഒരു വല്ലാത്ത സീനുണ്ട്, മരിച്ചു പോകുന്ന ഒരു വല്ലാത്ത സീനുണ്ട്. ആ സീനിൽ അവസാനത്തെ വാക്കുകൾ വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അവസാനത്തെ ചൂണ്ടിക്കാട്ടലുകൾ വിജയൻ മാഷ് കാണിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്ന് പറയുന്ന തോമസ് ഐസക്കിനെ വിരൽ ചൂണ്ടിയാണ് ആ മനുഷ്യൻ നമ്മളോട് വിട പറഞ്ഞു പോയത്. അന്നൊരു പക്ഷേ അത്രയേറെ ആളുകൾക്ക് തിരിച്ചറിഞ്ഞില്ല തോമസ് ഐസക്കിനെ. കേരളത്തിലെ ബുദ്ധിജീവിയുടെ പരിവേഷം കെട്ടി നിയമസഭയിൽ കകത്തു കയറിയിരുന്നു നമ്മളുടെ ഖജനാവിന്റെ താക്കോല് സൂക്ഷിക്കുന്ന ഈ അമേരിക്കൻ ചാരൻ, സാമ്രാജ്യത്വ വിരുദ്ധൻ, സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളെ എതിരാളിയായിട്ടുള്ള ഈ